Hi friends, welcome to Anistechfactory. ഇന്ന് നമ്മൾ ഹോം സ്റ്റൈൽ മഷ്റൂം ബിരിയാണി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ബിരിയാണി പല സ്ഥലങ്ങളിലും പല മെത്തേഡിലാണ് ചെയ്യുന്നത്. റൈസും മഷ്റൂമും ഒരുമിച്ച് ചേർത്തും വേറെ വേറെ കുക്ക് ചെയ്ത് യോജിപ്പിച്ചുമൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജീരക ചമ്പ ബിരിയാണി റൈസ് 2 കപ്പ്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് സ്റ്റെയിൻ ചെയ്തെടുത്തതാണ്. ബട്ടൺ മഷ്റൂം 300 ഗ്രാം. ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബിഗ് ഒനിയൻ മീഡിയം സൈസ് 2 എണ്ണം കട്ട് ചെയ്തെടുത്തത്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. തക്കാളി മീഡിയം സൈസ് 2 എണ്ണം കട്ട് ചെയ്തെടുത്തത്. കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഉപ്പ് പാകത്തിന്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അതുകൊണ്ടിനി വേറെ മസാലകളൊന്നും ചേർക്കേണ്ടതില്ല. കുറച്ച് മല്ലിയില, 1 ലെമണിൽ നിന്നെടുത്ത ജ്യൂസും എടുത്തു വച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. കടായി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ചൂടായതും ഇതിലേക്ക് ഗരം മസാലകൾ ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമണമെല്ലാം പോയി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബിഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് വേഗം വഴന്നു വരുന്നതിന് വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് വഴന്നു വരുന്നതിന് വേണ്ടി 2 മിനിറ്റ് സമയമെടുക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒനിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി കൂടി ഒന്ന് വഴന്നു വരണം. അതുവരേക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് സമയം മതി ഇതൊന്ന് വഴന്നു വരാൻ. ഇപ്പോൾ തക്കാളിയും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് 3ഉം ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചമണം പോകുന്നത് വരെ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ മസാലകളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇത് നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മഷ്റൂം ചേർക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം വിട്ടുവരും. അതൊക്കെ വറ്റി നല്ലതുപോലെ വഴന്നു വരണം. 2 മിനിറ്റ് സമയം കൊണ്ട് ഇത് നന്നായിട്ട് വഴന്നു വരും. ഇപ്പോൾ മസാലകളും മഷ്റൂമും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മഷ്റൂമും ബിരിയാണി റൈസും ഒരുമിച്ച് ചേർത്ത് വെക്കുന്നത് കൊണ്ട് ബാസുമതി റൈസിനെക്കാട്ടിലും ജീരകച്ചമ്പ ബിരിയാണി റൈസാണ് മഷ്റൂം ബിരിയാണിക്ക് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മസാലകൾ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് 1 ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റൈസ് പൊടിഞ്ഞു പോകാതിരിക്കാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടാതെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തത്. 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് റൈസിന് 2.5 കപ്പ് വെള്ളം നമുക്ക് വേണം.
വെള്ളം ചേർത്ത ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മസാലകൾ വഴറ്റിയപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ഇപ്പോൾ മഷ്റൂമും അരിയും ചേർത്തപ്പോൾ ആ ഉപ്പ് പോരാതെ വരും. അതുകൊണ്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലായിരിക്കണം സ്റ്റൗ ഇരിക്കേണ്ടത്. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് 15 - 20 നിമിഷം വരെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് 15 നിമിഷം വെയിറ്റ് ചെയ്യാം. A few moments later. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. റൈസ് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടാതെ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. മഷ്റൂം കുക്കായി കഴിഞ്ഞാൽ ഇതുപോലെ മുകളിൽ വന്ന് നിൽക്കും. ഇനി നമുക്കിതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. മഷ്റൂം ബിരിയാണി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റൈസും മഷ്റൂമും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതാണ് ടേസ്റ്റ്. ജീരകച്ചമ്പ റൈസാണ് ഇതിന് ബെസ്റ്റ്. മഷ്റൂം വഴറ്റുമ്പോൾ അതിലെ വെള്ളം വറ്റിയ ശേഷം മാത്രം റൈസ് ചേർക്കുക. അല്ലെങ്കിൽ മഷ്റൂം കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യും ബാക്കി വച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ബിഗ് ഒനിയൻ വഴറ്റി ഒന്നുകൂടി ഗാർണിഷ് ചെയ്യാം. നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത സമയങ്ങളിലും, അതായത് വ്രതാനുഷ്ഠാന സമയങ്ങൾ, പിന്നെ നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാണ് മഷ്റൂം ബിരിയാണി. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സ്വാദിഷ്ടമായ ഈ മഷ്റൂം ബിരിയാണി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, until then, see you in the next video.